കമന്റ് ആരിടുന്ന വിചാരിച്ചിട്ടുണ്ടാവില്ല. ഹായ്, അപ്പൊ ഇന്ന് ഞങ്ങൾ ഹായ്, അപ്പൊ ഇന്ന് ഞങ്ങൾ എന്താ വന്നേക്കണെന്ന് വിചാരിച്ചാ, ഞാൻ മിന്നാന്നൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മളോട് ചോദിക്കാനോ പറയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇട്ടതാണ്. പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഇഷ്ടമുള്ള കുറച്ച് പേര് അതിന് കമൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് കമൻസ് ഒക്കെ വായിച്ച് റിപ്ലൈ പറയാം. അപ്പോൾ ഫസ്റ്റ് ഒരു ആർട്ട് ലൂപ്പ് ശ്രീ പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിന് നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നേ, എവിടാ നിങ്ങളുടെ പ്ലേസ് എന്ന് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. പറഞ്ഞോ. അപ്പൊ ഞാൻ എന്താ വെച്ചാ, ഞാന് എന്റെ മക്കളാണ് ഇവരൊക്കെ. എന്റെ പേര് അബിത എന്നാണ്. കുട്ടു സ്കൂളിൽ പോയതുകൊണ്ടാണ് അവർ കൂട്ടാത്തത്. ഞാൻ സ്കൂളിലേക്ക് പോയിക്കാണ്. കുട്ടൂര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, പറയേണ്ട ആവശ്യമില്ല. അതെ, അവൻ ഇവിടെ അടുത്ത് തന്നെ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പിന്നെ ഇത് മൂത്താള്, ഇത് 2ാമത്തെ ആള്, അവൻ പിന്നെ 3ാമത്തത്. എൻ്റെ പേര് ഞാൻ പറഞ്ഞോ, അബിത എന്നാണ് എൻ്റെ പേര്. പിന്നെ എൻ്റെ വീട് വില്ലടം എന്ന് പറയും, അവിടെയാണ് എൻ്റെ വീട്. എനിക്ക് അച്ഛനും അമ്മയും 2 സഹോദരങ്ങളും അവരുടെ ഫാമിലിയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. തൃശ്ശൂരാണ്. തൃശ്ശൂർക്കാരാണ് ഞങ്ങള്. ഞാൻ അടുത്താള് പരിചയപ്പെടുത്തിക്കോ. അപ്പം എൻ്റെ പേര് ശബ്ദം കേൾക്കുന്നുണ്ടാവില്ല. എൻ്റെ പേര് അനാമിക. ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്, ബാംഗ്ലൂരാണ്. ഇപ്പം ലീവിന് വന്നൊക്കെയാണ്. എൻ്റെ പേര് അനശ്വര. ഞാൻ +1 പഠിക്കുകയാണ്. അമ്മയുടെ 2ാമത്തെ മോള്. ഞാനാണ് മിഡിൽ ചൈൽഡ് ഗൈസ്. അങ്ങനെ പിന്നെന്താ പറയാലോ, കഴിഞ്ഞില്ല. നമ്മളെ കുറിച്ച് പറഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ 4 ആളാണ് ഈ ചാനലിൽ ഇങ്ങനെ കൊണ്ടുപോകണത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പം മൈക്കൊന്ന് ഇടയിൽ വെച്ച് ഓഫായി ഗൈസ്, അതാണ് ക്ലിപ്പ് കട്ടായത്. അപ്പം നമുക്കിനി അടുത്തത് നോക്കാം. പിന്നെ എന്താ, ഒരു കവിത പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി, നിങ്ങൾ യൂട്യൂബ് തുടങ്ങാൻ കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്താ പറയാ, ഒരു രസത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. പിന്നെ നമ്മള് കുറച്ചൊക്കെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. പിന്നെ പണ്ട് ഇവർക്ക് ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അന്നൊക്കെ നല്ല രസമായിരുന്നു. അഭിനയിച്ച് പക്ഷെ ടിക്ടോക്ക് ബാൻ ചെയ്തു. ഞങ്ങക്ക് സെലിബ്രിറ്റി ആവാൻ ടൈം കിട്ടിയില്ല, അപ്പൊക്കും ടിക്ടോക്ക് ബാൻ ആയി പോയി. പിന്നെ അങ്ങനെ അത് പോയി. പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്. അപ്പൊ നമ്മളത് തുടങ്ങി അങ്ങനെ കൊണ്ടുപോകും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ സൺഡേ ഡയറീസോ. കൃഷി ചെയ്യുന്ന അമ്മാമ്മയെ വീഡിയോയിൽ കണ്ടു, അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തു. നമ്മുടെ അമ്മാമ്മ അത് എൻ്റെ അമ്മ അച്ഛനാണ്. അപ്പൊ വയസ്സായെങ്കിലും നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. വെറുതെ ഇരിക്കുകയില്ല, എന്താ പറയാ, ഫുൾ ടൈം അങ്ങനെ ആക്റ്റീവാണ്. അപ്പൊ ആളങ്ങനെയൊക്കെ പോവാ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോ അവരുടെ വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ആ പറമ്പ് ഫുള്ള് നിങ്ങളാ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം. ആ പറമ്പ് ഫുള്ള് അമ്മാമ്മയുടെ കൊള്ളി, ചേമ്പ്, ചേന, കൂർക്ക ഒക്കെയാണ് അമ്മാമ്മ ഉണ്ടാക്കുക. അപ്പൊ അതൊക്കെ തന്നെ കളച്ചുണ്ടാക്കണതാണ്. അതൊക്കെ ഇവര് പോയി കട്ടോണ്ട് വരും. എന്നിട്ട് അമ്മയുടെ ചേച്ചിമാരും കൂടി എല്ലാം കൂടി റെഡി ആകുമ്പോ കറിവേപ്പിലൊക്കെ മരത്തോടെ പറിച്ചിട്ട് തരാറ്. അമ്മാമ അറിയുമ്പോ വാഴല എന്തൊക്കെയാ കട്ടോണ്ട്, വാഴല, ചേമ്പ്, ചേന, കൊള്ളിയുടെ തണ്ടൊക്കെ കട്ടോണ്ട് വന്നിട്ട് മുകളിൽ നട്ടുണ്ട്. ഓടിയായിരുന്നു കട്ടോണ്ട് വരില്ല. അത് പാകാകുമ്പോ അമ്മ വിളിക്കും, വായോ എന്താ പറയാ, വായോ കൊണ്ടുപോവാ, വായോ എന്നിട്ട് ഞങ്ങൾ ചെന്നാലേ അമ്മ അത് പറിക്കുള്ളൂ. നിങ്ങൾ പറിച്ചോ, നിങ്ങൾ കൊടുത്തോന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. ഞങ്ങൾ ചെന്നാലാണ് അത് പറിച്ചിട്ട് തന്നേക്കുള്ളൂ. അപ്പൊ അതങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുമ്പോ അവരായിട്ടൊരു വ്ളോഗ് ചെയ്യാട്ടോ. പിന്നെന്താ, കുട്ടു ഫാൻസ് അസോസിയേഷൻ ഫ്രം ട്രിവാൻഡ്രം. നന്നായി. അങ്ങനെ കുട്ടുവിന്റെ ഫാൻസ് ഫ്രം കൊല്ലം കൊറേ സ്ഥലത്ത് നിന്നിട്ടുണ്ട്. പിന്നെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടുവിനെ പ്രാങ്ക് വീഡിയോ നല്ലതായിരുന്നു, ഇനി അതുപോലെ വീഡിയോസ് ചെയ്യും. എന്നിട്ട് എന്തിനാ, നമ്മുടെ ചവടക്ക് കാണാനാണോ? തല്ലുകൊണ്ട് ചാവും അവനെ. ഞാനിനി ആ പരിപാടിക്കില്ല, ഇവർ 2 പേരും കൂടി പ്രാങ്ക് ചെയ്യും, ഞാൻ ഷൂട്ട് ചെയ്യും. അടികൊണ്ട് ചാവും അവൻ്റെ. പറ്റിയാണെങ്കിൽ ചെയ്യാം. അതെ, ഞാനല്ല പരിപാടിക്ക്. പണ്ടൊരു തുമ്മിയല് പ്രാങ്ക് ചെയ്തിട്ട് ചവിട്ടി കൊന്നുണ്ട്. മണ്ണ് കൈയോടെ ചെറിയമ്മയ്ക്കൊക്കെ കിട്ടിയായിരുന്നേ. പിന്നെ റെസിപ്പി വീഡിയോ വേണ്ട, വ്ളോഗ് ചലഞ്ച് ചെയ്യൂ, ശാരിക മോഹൻ.
ആണോ വ്ളോഗാണോ നമ്മുടെ ഇഷ്ടം? കണ്ടന്റ് ക്ഷാമാകുമ്പോഴാണ് നമ്മള് റെസിപ്പി ചെയ്യണത്. റെസിപ്പി ചെയ്യാൻ എനിക്ക് ഇഷ്ടാട്ടോ, റെസിപ്പി ചെയ്യാന് ചെയ്യാട്ടോ, ചെയ്യാം, ചലഞ്ചൊക്കെ ചെയ്യാം. പിന്നെ എന്താ കുട്ടു സൂപ്പറാണ് കേട്ടോ. അയ്യോ കുട്ടി ചെയ്യാമോ? കുട്ടുവിന്റെ ഒരു ഫുൾ വ്ളോഗ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചാനൽ കാണാത്ത ആരോ ആണ് കമന്റ് ഇട്ടത്. ആരത്? പ്രണവ്. വ്ളോഗ് ചെയ്യാമോ? അവന്റെ ലൈഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അവന്റെ വ്ളോഗ് ചെയ്യാം. എല്ലാ വ്ളോഗിലും അവൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കൊരു പടക്കം കത്തിക്കണ വിഷുവിന്റെ വ്ളോഗ് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതിലവൻ തല്ലൂടി പോയി ആകെ സീനായിട്ടുള്ള വ്ളോഗാണ്. പിന്നെന്താ, ഫുഡ് വ്ളോഗ്സ് ഒക്കെ സൂപ്പറാണ്. ഞാൻ നിങ്ങളുടെ റെസിപ്പീസ് ട്രൈ ചെയ്യാറുണ്ട്. ശരിക്കും സൂപ്പർ. എന്നിട്ട് അടുത്ത വീഡിയോയിൽ അൽഫാം മന്തി ട്രൈ ചെയ്യുമോ? മന്തി നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഉണ്ടാക്കാറുണ്ട് നമ്മളല്ല, നിങ്ങള്. അൽഫാം ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ട്രൈ ചെയ്യാട്ടോ. നമ്മുടെ റെസിപ്പി നോക്കിയിട്ട് എന്നിട്ട് ഇഷ്ടായോ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടാ. നിങ്ങളുടെ ഒക്കെ ശരിക്കുള്ള നെയിംസ് പറയാം. അത് പറഞ്ഞൂല. അബിത, കുട്ടി, അനശ്വര, കുട്ടുവിന്റെ പേര് ആയുഷ്. ആയുഷ് എന്നാണ് അവന്റെ പേര്. എന്താണ്? ആയുഷ് തീപ്പൊരി. അവൻ അങ്ങനെയാ അവനെ പറയാ, ആയുഷ് തീപ്പൊരി. കുട്ടു ആരാണ്? നിങ്ങളുടെ മകൻ തന്നെ. ശരി, ഇത് മൊത്തം വായിച്ചിട്ട് കുട്ടു ആരാണ്? നിങ്ങളുടെ മകൻ തന്നെയാണ്. അതെ, 10 കൊല്ലം കഴിഞ്ഞ് കിട്ടിയ 12. നിനക്ക് 12, എനിക്ക് 10. അമ്മക്ക് എത്ര? അമ്മക്ക് 10 കൊല്ലം കഴിഞ്ഞ് കിട്ടിയ കൺമണി. ഇല്ലാത്തോണ്ട് അങ്ങനെ പറയാം. നിങ്ങള് യൂട്യൂബ് അത് വായിച്ചു. പിന്നെ ചിക്കൻ ഫീറ്റ് വെച്ച് ഇനിയും റെസിപ്പീസ് ചെയ്യാമോ? ചിക്കൻ ഫീറ്റ് ചെയ്യാട്ടാ. പക്ഷേ ചിക്കൻ ഫീറ്റ് വാങ്ങാൻ പോകുമ്പോ ചിക്കൻ കടക്കാരൻ ഞങ്ങളെ അവിടുന്ന് ഫസ്റ്റ് ട്രിപ്പ് വാങ്ങിച്ചപ്പോ ആളൊന്നും പറഞ്ഞില്ല. ആള് വിചാരിച്ചു ഞാൻ പട്ടിക്ക് കൊടുക്കാനാവുന്ന്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി തിന്നൂലേ? നിങ്ങൾക്കാണല്ലേന്ന്. പക്ഷെ നമ്മളത് പട്ടിക്ക് കൊടുത്തു പറയും. എന്നിട്ട് നമ്മൾ പട്ടിക്കാൻ വേണ്ടി മേടിച്ചോണ്ടിരുന്നിട്ട് നമ്മള് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം ചീഞ്ഞത് തരും. പട്ടിക്കാന്ന് പറഞ്ഞാൽ ചീഞ്ഞത് തരും. അപ്പൊ പണി കിട്ടും. പറഞ്ഞിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അനഘ കുട്ടു ഫാൻസ്. കുട്ടു ആൻഡ് അമ്മ ഫാൻസ് ട്രിവാൻഡ്രം. കുട്ടു ഫാൻസ് തൃശ്ശൂര്. പിന്നെന്താ? ഏഞ്ചൽ മരി. അതാരാ? സന്തൂർ മമ്മി ത്രമ്മേനെ. സന്തൂർ മമ്മി പൈസ തുടങ്ങി. 40 ആയിട്ടില്ല. ഫെബ്രുവരി 4 4-ന് 40 വയസ്സായി. പിന്നെന്താ? ശിവരാം എന്നുള്ളൊരു ചേട്ടൻ ഫ്രം കോട്ടയം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരുവിധം കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് അല്ലേ നമ്മുടെ വീഡിയോസ്? നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ ഭയങ്കര സന്തോഷം. ഞാൻ ഈ വീഡിയോ ഇടുമ്പോ കമന്റ് ആരും ഇടുന്നു വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇവര് പറഞ്ഞതായിരുന്നു ആരും കമന്റ് ഇട്ടുണ്ടാവില്ലാന്ന്. പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ കമന്റ് ഇട്ട് നമ്മുടെ വീഡിയോസിന് ഇത്രയും കമന്റ്സ് വരുന്നും കൊറേ ഹാർട്ട് ഇമോജി കമന്റ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ. അപ്പൊ നമ്മുടെ വീഡിയോസ് കാണാൻ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ പലതരം കഴിവുകള് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. പിന്നെന്താ? പിന്നെ ഒരു കമന്റ്, അലക്സ് ഡോഗിന്റെ വീഡിയോ കണ്ടു. ഏത് ഡോഗ്? നിങ്ങളുടെ ഡോഗാണോ അത്? അവരെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്? ആക്ച്വലി അത് ഞങ്ങളുടെ ഡോഗല്ല, വല്യമ്മയുടെ വീട്ടിലത്തെ ഡോഗാണ്. അത് പിറ്റ്ബുള്ളാണ് ഒരെണ്ണം. മറ്റേതെന്തായിരുന്നു? എന്തോ ഒരു സാധനം, എന്തോ ഒരു അമേരിക്കൻ എന്തോ ഒരു പട്ടിയാണ്. അപ്പൊ അതിന് ദിവ ആൻഡ് റാംബോ അവരാണ്. അവര് ആക്ച്വലി നമ്മുടെ പട്ടികളല്ല. പക്ഷെ പണ്ട് കുഞ്ഞു കുട്ടിയാകുമ്പോ റാംബോ നമ്മുടെ അടുത്ത് നല്ല പരിചയമൊക്കെ ആയിരുന്നു, നല്ല പരിചയമായിട്ട് നിന്നിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ അങ്ങനെയല്ല കേട്ടോ. പിറ്റ്ബുൾ ആയതുകൊണ്ട് നമുക്ക് പിന്നെ പേടിയും തീരില്ലാത്തോണ്ട് ഇപ്പൊ അങ്ങനെ അടുത്തേക്ക് പോകാറില്ല. പക്ഷെ ദിവ പാവാണ് കേട്ടോ. ദിവക്ക് അങ്ങനെ പരിചയങ്ങളൊന്നുമില്ല. പക്ഷെ റാംബോ ഇപ്പൊ വലുതായി. ഇപ്പൊ ആരേനും ഇഷ്ടമല്ല. ഇപ്പൊ അവരനെ എന്താ പറയാ, ഫുഡ് കൊടുക്കണ അവരെ മാത്രാണ് അവനനുസരിക്കുള്ളൂ. അതെ, അതുകൊണ്ട് ഇനി വീഡിയോ ഒക്കെ ചെയ്യാൻ ചെന്നാ അതുകൊണ്ട് പണ്ട് ഇവള് കുളിപ്പിക്കും. അതെ, ഞാൻ കുളിപ്പിക്കും, ഫുഡ് കൊടുക്കും, കൊഞ്ചിക്കൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് പേടിയാണ്. പിന്നെ പൊന്തൂല്ല. അടുത്തേക്ക് വന്നാ നമ്മുടെ മേലേക്ക് ചളിയില്ലെങ്കിൽ നമ്മളവിടെ വീഴും. പക്ഷെ എന്നാലും നല്ല സ്നേഹം കേട്ടോ അവർക്ക് രണ്ടുപേർക്കും. ദിവയ്ക്കൊക്കെ ഭയങ്കര സ്നേഹം. പാവം പട്ടിക്കുട്ടിയാ.
ദിവ്യല്ലേ? പിന്നെ അമ്മയെ സുഖാണോ? എന്റെ അമ്മോട് മാത്രം സുഖാണോ? ഞങ്ങൾ രണ്ടുപേരുടെ പൊക്കെ സുഖാണല്ലോ. കഴിഞ്ഞ ഇത്രേ ഉള്ളൂ. എന്നാലും ഇത് നമുക്ക് വലിയ അധികല്ലേ, അതെ, നമ്മള് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിൽ ഈ കൂട്ടുകാരാണ് നിങ്ങളുടെ മകൻ തന്നെയാണോ എന്നുള്ള ഈ ഒരു കമന്റ് നല്ല ഇഷ്ടമായി. അതിന് നമ്മള് ഇത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാട്ടോ. ഇത്ര ഏജ് ഗ്യാപ്പ് ആയിട്ട് ഞങ്ങൾക്ക് നല്ല സർപ്രൈസ് ആയിട്ട് കിട്ടിയതാണ്. ആ സർപ്രൈസിന്റെ കഥയൊക്കെ ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് പറയാം. അപ്പൊ ഇന്ന് ഇത്രയും കമന്റ്സ് ഒക്കെ ഉള്ളു. പിന്നെ കുറെ പേര് ലവ് ഇട്ടുണ്ട്. നീരജ, ദൃശ്യ, അനുശ്രീ, എല്ലാവരും കുറെ ലവ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും സ്നേഹം, നമ്മളെ സപ്പോർട്ട് ചെയ്യണതിന് സ്നേഹം മാത്രം. അതെ, നമ്മളെ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടാ. അതെ, കമന്റിലൂടെ അഭിപ്രായമൊക്കെ പറയാ. അപ്പൊ അങ്ങനെ എല്ലാം സെറ്റ് ആക്കാം. അപ്പൊ ഇന്നത്തെ Q&A കഴിഞ്ഞു. അപ്പൊ ഇനി ഇതിൽ കമന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത Q&A ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കമന്റ്സ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.